എല്ലാരും പോയി കറക്റ്റ് ആയിട്ട് ക്യാൻവാസ് ചെയ്യണം. ഈ പ്രാവശ്യം നമ്മുടെ പാർട്ടിയിൽ നിന്ന് കൗൺസിലറായിട്ട് ഒരാളെ നിർത്താന്ന് വിചാരിച്ചിരിക്കുന്നു. ആര് നന്നായിട്ട് പ്രവർത്തിക്കുന്നുവോ അവർക്കാണ് സീറ്റ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്ക് എന്താ? ഒരു പെണ്ണ് ഒരു പയ്യനോട് സംസാരിച്ച അത്ര തെറ്റാ? അത് പ്രേമായിരിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ പാർട്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ഓവറായിട്ട് സംസാരിക്കുന്നു. ഒരുപാട് നന്ദി. ഞാനേ എന്റെ അച്ഛനോട് എന്റെ പ്രേമത്തെ പറ്റി എങ്ങനെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ നീ തന്നെ കൊളുത്തി. നിന്റെ പാർട്ടി കൊണ്ടുണ്ടായ ആദ്യത്തെ നല്ല കാര്യം ഇതാ. നോക്കിയേ, എന്നെ പറ്റി എന്തോടോ പറഞ്ഞോ? പാർട്ടിയെ പറ്റി പറയരുത്. എന്നെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് അവിടെ നിന്ന്. ഞാൻ നിന്നെ പോലെ ഒരുത്തനല്ല പ്രേമിച്ചത്, നല്ല ഒരുത്തനെയാ. ഇതിന്റെ പേരിൽ എന്റെ അച്ഛനെ വരട്ടാൻ വന്നാലുണ്ടല്ലോ, ഈ സീനൊക്കെ ഞാൻ പ്രേമിക്കുന്നവരോട് കാണിക്കും. എത്ര അഹങ്കാരം ഉണ്ടായിട്ട് അവളെ ഓഫീസിൽ വന്ന് നമ്മളെ മൊത്തത്തിൽ അവമാനിച്ചു പോയ ആ ഫോണിങ്ങന്ന്. അവനെന്താ അത്ര വലിയ ആളാണോ? എന്റെ ഒറ്റ അടിയിൽ അവന്റെയൊക്കെ സംഘത്തിനെ മൊത്തം തീർക്കും ഞാൻ. അതെ നേതാവേ, നമ്മൾ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കണം. ഞാനാ രാജദ്രോഹി സംസാരിക്കുന്നത്. നീ ആണാണെങ്കിൽ റൈസ് മില്ലിൽ വന്നിട്ട് ജീവനോടെ തിരിച്ചു പോടാ. കാണാം. ജംഗില് ശംഖ് തൂക്കിട്ടിരിക്കുന്ന നീ ഈ കളി കളിക്കുകയാണെങ്കിൽ സമുദ്രത്തിൽ ഇറങ്ങി നിന്ന് ചതുരാട്ടം കളിക്കുന്ന ഞാൻ അപ്പൊ എന്ത് കളി കളിക്കണം? കഴുത്തറക്കും ഞാൻ, സൂക്ഷിച്ചോ. ഇനി അടിക്ക്. ഇവൻ സത്യം പറയും. ശരി. എന്താണോ മാതാവിന്റെ പള്ളിയുടെ അടുത്ത് കണ്ണു കാണാൻ പാടില്ലാത്തവൻ ആക്സിഡന്റ് ആയെന്ന്?
ഇരിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ സാറത്തേട്ടാ, നിന്നോടൊരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല അല്ലേ? വെള്ളം ഡബിഡി ഓപ്പൺ ചെയ്തുതരാം. ഇവിടെയുള്ളൊരു ദിവസം വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ടല്ലോ, ഇതിവിടെ ഇരിക്കട്ടെ, നിനക്ക് ഇനി ആവശ്യം വരും. ചേട്ടാ, ഒരു ഇളനീര് ഇവിടെ കൊടുക്കുക. ശരി. ആ ഹലോ വസന്ത, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും. ഇവിടെ വാ. നമസ്കാരം സാർ. നമസ്കാരം. 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 വരൂ, ഇരിക്കും. എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത്? മാതാവിൻ്റെ പള്ളി പെരുന്നാളല്ലേ? ഫസ്റ്റ് ഡൊണേഷൻ എപ്പോഴും ചേട്ടൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നതാണല്ലോ പതിവ്. മാതാവിന് ചെയ്യാണ്ട് പിന്നെ ആർക്ക് ചെയ്യാനാ? ഒട്ടും കുറയാണ്ട് എപ്പോഴും നന്നായിട്ട് സഹകരിക്കാറുണ്ടല്ലോ. ഇതാ എഴുതിക്കൂ. ആ ചേട്ടാ വരട്ടെ. വരേട്ടാ. വാ, ഇനിയും പലരെയും കാണാനുണ്ട്. വാ, ഡൊണേഷൻ എല്ലാവരും വാങ്ങിക്കണ്ട. വാ, പോവാം, പെട്ടെന്ന് വാ, ഇനിയും ജോലി കുറേ ഉണ്ട്. ചേട്ടാ സുഖമല്ലേ? ആ, സുഖമായിരിക്കുന്നു മോനെ. പള്ളിപ്പെരുന്നാൾ എവിടം വരെ ആയി? ഈ അനിയൻ്റെ ഡൊണേഷൻ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല മോനെ. ശരി ചേട്ടാ, ഇതാ 3000 ഉണ്ട്, എഴുതിക്കോ. പേര് ശരി ചേട്ടാ. ആ ശരി ചേട്ടാ, നാളെ 10 മണിക്ക് പള്ളി ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. പെരുന്നാളിന്റെ നടത്തിപ്പിനെ കുറിച്ചാ എല്ലാവരും വരുന്നുണ്ട്. ശരി ചേട്ടാ. നീയും വരണം. ശരി ചേട്ടാ, എനിക്കൊരു സപ്പോർട്ടായിട്ട്. തീർച്ചയായിട്ടും വരാം. ആ, അപ്പൊ ഓക്കെ, സന്തോഷം. ആ വരേട്ടാ. ബാബാ, വെയിറ്റ് ചെയ്യടാ, രാവിലെ കാണാം. സഹായത്തിന് നമ്മളോ? സഹായിക്കും ചെല്ലാം, അത്രേനെ. എല്ലാവർക്കും നമസ്കാരം. ഓരോ വർഷവും നമ്മുടെ പള്ളിപ്പെരുന്നാൾ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. അതേപോലെ ഈ വർഷവും നമ്മുടെ പെരുന്നാൾ ഭംഗിയായി നടത്തുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. ശ്രീമാൻ യൂദാസ് അബറുകൾക്ക് ഈ വർഷവും എക്സിബിഷൻ നടത്താനുള്ള അവകാശം കൊടുക്കാമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ തീരുമാനിക്കും? നിങ്ങൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷത്തെ കണക്ക് യൂദാസ് ഇനിയും അവതരിപ്പിച്ചിട്ടില്ല, പിന്നെ ഈ വർഷവും അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായം? ആദ്യം പഴയ കണക്ക് സെറ്റിൽ ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാം. ശരിയല്ലേ ഫാദർ? ശരത്, ഇത് പള്ളിക്കാര്യം, നീ ഇതിൽ ഇടപെടണ്ട. എനിക്ക് ചോദിച്ചൂടെ? ഡൊണേഷൻ ഞാനും കൊടുത്തതാ, എനിക്ക് അവകാശമുണ്ട്. ശരിയല്ലേ അച്ചോ? ശരിയാണ് സാരത്തെ, പള്ളിയും എക്സിബിഷനും തമ്മിൽ ബന്ധമില്ല. എന്ത് ബന്ധമില്ലാന്ന്? അച്ഛനല്ലേ എക്സിബിഷൻ നടത്താൻ സ്ഥലമുടമയ്ക്ക് കത്ത് കൊടുക്കുന്നത്? അച്ഛൻ കൊടുക്കുന്ന കത്ത് സ്വീകരിച്ചിട്ടല്ലേ സ്ഥലയുടമ എക്സിബിഷൻ നടത്താൻ യൂദാസിന് അനുവാദം കൊടുക്കുന്നത്? ഇത് വർഷങ്ങളായി നടക്കുന്ന ഏർപ്പാടാ, അതൊന്നും മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് മാറ്റാൻ പറ്റില്ല? മാറ്റാം. നല്ലത് നടക്കാൻ എല്ലാ സമ്പ്രദായവും മാറ്റാം. ശരി, എന്ത് ചെയ്യണം നീ പറ. എക്സിബിഷൻ ഞങ്ങൾ നടത്തിക്കോളാം, ചെറുപ്പക്കാരെ ഞങ്ങളെല്ലാം ചെയ്തോളാം. മുതിർന്നവരുടെ പിന്തുണ ഉണ്ടായാൽ മതി. എക്സിബിഷൻ നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി തരാൻ ഞങ്ങള്. ആ പൈസ കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാം. അനിയ, ആവശ്യമില്ലാത്തടത്ത് നുഴഞ്ഞു കയറല്ലേ. കഴിഞ്ഞ വർഷം എനിക്ക് എന്തോരം നഷ്ടം ഉണ്ടായെന്ന് നിനക്കറിയോ? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടിയെന്ന് എനിക്കറിയാം, മനസ്സിലായോ? ആകാശ ഊഞ്ഞാലിന് 15 രൂപ ടിക്കറ്റ് വാങ്ങുമ്പോൾ സ്ഥലം കൊടുത്ത നിങ്ങൾക്ക് 15 രൂപയും അതിന്റെ ഉടമയ്ക്ക് 15 രൂപയും കൊടുക്കുന്നു. ഇങ്ങനെ കൃത്യമായൊരു കണക്കെടുത്ത് നോക്കിയാൽ 63 ലക്ഷം നിങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. 1,76,00,000, അതിൽ 63 ലക്ഷം നിങ്ങൾ ഷെയർ എടുത്തു. എന്റെ കയ്യിൽ കണക്കിലെന്ന് വിചാരിച്ചോ? അതുമാത്രമല്ല, എൻട്രൻസ് ഫീ ഒരാളിൽ നിന്ന് 10 രൂപ വാങ്ങുന്നു. 5 ലക്ഷം പേർ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയായിരുന്നു നിങ്ങൾ കണക്കൂട്ടി നോക്ക്. ഇതിന്റെ എല്ലാത്തിന്റെയും കണക്കെടുത്ത് നോക്കിയാൽ ഒരാൾ ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രം വർഷാവർഷങ്ങളായി പള്ളി കമ്മിറ്റിയുടെ പേരും പറഞ്ഞ് ലക്ഷങ്ങളാണ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. അനിയൻ പറഞ്ഞത് ശരിയല്ലേ? എടാ, എന്തിനാ കള്ളക്കണക്ക് പറയുന്നത്? ഞാൻ എന്തിനാ കള്ളക്കണക്ക് പറയുന്നത്? സത്യമായിട്ടുള്ള കണക്കാ പറഞ്ഞ, തെളിവായിട്ടാ വന്നേക്കുന്നത്. എടുക്കടാ ലിസ്റ്റ്. ഇന്നച്ച ഈ ലിസ്റ്റ് അച്ഛൻ തന്നെ നോക്ക്. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. ഈ പള്ളിയിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരും വന്നുകൊണ്ടിരിക്കുക. ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഒരാൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഈ പള്ളി കമ്മിറ്റി കൂട്ടു നിൽക്കണോ? അച്ഛൻ എന്താ പറയുന്നത്? കൂട്ടു നിൽക്കണോ? അങ്ങനെ ചെയ്യാൻ ആരും അനുവദിക്കരുത്. ഇത്രനാൾ നീ ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓരോ വർഷവും ഈ എക്സിബിഷന്റെ വരുമാനം കൊണ്ട് ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന 10 കുട്ടികൾക്കല്ല 50 കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. നീ കൊള്ളടിക്കുന്ന കാശുണ്ട്, അതാദ്യം നീ മനസ്സിലാക്ക്. എത്ര കുട്ടികൾ സാമ്പത്തികമില്ലാതെ പഠിക്കാതിരിക്കുന്നു? ആ കുട്ടികളെ പഠിപ്പിക്കാം. ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാ സത്യവും മനസ്സിലായി. അവര് പറയട്ടെ, നിനക്ക് തരണോ പുറത്തു കൊടുക്കണോന്ന്? അച്ഛനൊന്ന് പറ.
ഇത്ര വർഷം നടന്നു പോട്ടെ ഫാദർ. ഇനിയെങ്കിലും നല്ലത് നടക്കണം, ജനങ്ങൾക്ക് നന്മയുണ്ടാകണം. ഇതിൽ കൂടുതൽ ഞങ്ങൾ ക്ഷമിക്കാനും നോക്കിക്കൊണ്ടിരിക്കാനും പറ്റില്ല. മനസ്സിലായോ? കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല. എടാ, നീ തന്നെ അത് തീരുമാനിച്ചാ ഞങ്ങൾ സമ്മതിക്കണോന്നാ? നിന്റെ സമ്മതം എന്തിനാ? ജനങ്ങൾ പറയട്ടെ, അച്ഛൻ പറയട്ടെ. ഞാൻ ഏറ്റെടുക്കാം ഈ വർഷത്തെ എക്സിബിഷൻ. ഈ വർഷത്തെ എക്സിബിഷൻ ഞങ്ങൾ യുവജനങ്ങളെല്ലാം കൂടെ ചേർന്ന് നടത്തും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? കാണണോ? എക്സിബിഷൻ നടത്തുന്ന അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്ക് നീ ഉണ്ടാകുമെന്ന് യൂത, വേണ്ട മോനെ. സാർ, ക്ഷമിക്കൂ മോനെ.